ഇന്ന് നിങ്ങൾ ഒരാൾ വയറിളകും. Clara, remember, first one is soap. So you took second or third or fourth. അവരെയൊക്കെ ഇനി വിളിച്ചു കൊണ്ടുവരാം. മോളെ, നീ ആള് കൊള്ളാലോടി. എന്നാ നീ കണ്ടോ ഞാൻ ഒപ്പിക്കാൻ പോകുന്ന പണി? ഇന്ന് കാക്കോസ് ഇരിക്കാൻ പോകുന്ന ഞാനല്ല, നീ തന്നെ. നീ ഇത്രയ്ക്ക് ക്രൂരയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ക്ലാര. ഈ എക്സാം നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് നമുക്ക് അറിയാം. എന്നിട്ടും അവൾ എന്തൊരു ചീപ്പ് സ്വഭാവം അവളുടെ കയ്യിൽ. എടി ക്ലാരെ, നീയോ ഇന്ന് എക്സാം എഴുതായിരിക്കുന്നത്? ഞങ്ങൾ 3 പേരും അന്തസ്സായ എക്സാം എഴുതും. നീ കണ്ടോടി, നീ കൺപുളർക്ക് കണ്ടോ? നിങ്ങളോടൊക്കെ ആന്റി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. എന്നാ നമുക്ക് ഫുഡ് കഴിക്കാം. നിന്റെ പിണക്കൊക്കെ മാറിയോടി? അതൊക്കെ എപ്പോഴും മാറി. നിങ്ങൾ എപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. ഞാനത് എടുക്കാം. നീ അത് എടുത്തോ. എന്നാ ഞാൻ ഇത്. അല്ല ക്ലാര, ലാസ്റ്റിൽ എടുത്തോ. എന്റെ അടുത്ത് പാറക്കുട്ടി ഇരിക്കണം എന്ന് എന്റെ ആഗ്രഹം. ഓക്കെ, ഞാൻ ലാസ്റ്റ് എടുക്കാം. എനിക്ക് ഫസ്റ്റ് തോഴ്ച, ബാക്കി ഏത് കിട്ടിയാലും കുഴപ്പമില്ലേ? എനിക്കറിയാം നീ മനസ്സിലെന്താ പറയുന്നത്. നിനക്ക് ആദ്യത്തെ അല്ലാതെ ബാക്കി ഒന്നും എടുക്കാൻ വേണ്ടെന്നല്ലേ? നീ ലാസ്റ്റ് എടുക്കടി. അതിനടി നീ വെച്ച പണിയിരിക്കുന്നേ. നിങ്ങൾ രണ്ടുപേരും കഴിച്ചോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അതെ, കുറച്ചുകൂടി പഠിക്കാനുണ്ട്. അതിനെന്താ, നിങ്ങൾ പോയി പഠിച്ചോ? അതെ, നിങ്ങൾ പോയി പഠിച്ചോ. കഴിക്കേണ്ടവർ കഴിക്കുന്നുണ്ടല്ലോ. അതെ, കഴിക്കേണ്ടവർ കഴിക്കുന്നുണ്ട്. അതിന്റെ എഫക്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ പഠിക്കുന്നവർ പഠിച്ചാൽ അതിന്റെ എഫക്ട് അവർക്ക് കിട്ടും. കറക്റ്റ്. ഇന്ന് ഞങ്ങൾ പഠിക്കുകയാണെ, നിങ്ങൾ രണ്ടുപേരും കഴിക്കേ. ഞങ്ങളുടെ ഒരു പാത്രം വെച്ച് മൂടിയേക്കെ. അതിൽ ഈച്ചയൊന്നും വരരുത് കേട്ടോ. ക്ലാര, നീ പഠിച്ചോ? പിന്നെ നിങ്ങളെ പോലെയാണോ ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. നന്നായി പഠിച്ചോ, എന്നാലേ എക്സാം എഴുതാൻ പറ്റൂ. കള്ളത്തരൊന്നും എക്സാമിന് നടക്കില്ലല്ലോ. അതെന്താ മോളെ നിനക്ക് അങ്ങനെ ഒരു ടോക്ക്? അത് ഒന്നുമില്ല, നീ സാധാരണ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചതാ. എന്താ ഒരു നീ ഇപ്പൊ എന്നെ കൊറേ പറഞ്ഞൂടെ. നീ എന്നെ ആകെ നാറും. സ്കൂളിലാകെ നാറെന്ന് പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കൂളിലെത്തിയിട്ട് തുടങ്ങണം, എല്ലാവരും കാണണം. വാ. നീ എന്നെ പറഞ്ഞു അവള് വയറിളകുന്നു, എന്നിട്ട് അവള് വയറിളകാത്തെ? എടി ഇപ്പൊ ഇളകിക്കോളൂ, കുറച്ച് നേരമല്ലേ ആയുള്ളൂ. ഫുഡ് കഴിച്ചത് ബസ് കയറി ഇവിടെ എത്തിയില്ലേ? എന്ത് പറ്റി ക്ലാര? എന്തോ വയറുവേദനിക്കുന്നു. എന്തൊരു പെയിനാണ്. എന്ത് പറ്റി ക്ലാര? നീ എന്ത് ഫുഡ് കഴിച്ചത്? ബിരിയാണി ആയിരുന്നു. ഇന്നലത്തെയാണോ? അല്ല, ഇന്നലെ കുഞ്ഞുമ്മത്തെ റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ട് നീലാണ്ടി ഉണ്ടാക്കിയതാ. നോക്ക്, അത് ആരാ നോക്ക്. ഇവനോ? പോയി സംസാരിക്കേ. ഹലോ ക്ലാര, നീ എന്തിനാ എന്നെ വിളിക്കാൻ പറഞ്ഞത്? ആരുടെ അടുത്ത്? നീയല്ലേ അവനോട് എന്നെ വിളിക്കാൻ പറഞ്ഞേ? എന്റെ അനു, ഇത് നീ കുറച്ച് മുമ്പേക്ക് അടുത്ത് പറയണ്ടായിരുന്നു. നിന്റെ അടുത്ത് പറഞ്ഞ നീ ഓവറാക്കി എല്ലാം ചെലവാക്കും. അതുകൊണ്ട് തന്നെയാ നേക്കിന് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തത്. അല്ല, അവളെടുത്ത് കഴിച്ചത്. ഇനി അവൾ അവന്റെ മുന്നിൽ നിന്ന് ഫാട്ടിടണം. വൈഭവം അവക്കല്ലെങ്കിൽ അവനൊരു കണ്ണുണ്ട്. അത് ചേച്ചിയുടെ ക്ലാസ്സിലുള്ളതല്ലേ? അതെ, നമ്മുടെ സീനിയറാ. പക്ഷെ അവൾക്ക് ക്ലാസ് ഒന്നുമില്ല. എല്ലാവരെയും പിടിക്കും. നല്ല കോഴി അവള്. അവളുടെ വർത്തമാനം കേട്ടാ അവൾക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് എന്ന് വിചാരം. ഇനിയിപ്പോ വൈഭവം പോകുന്നേ ഉള്ളൂ. കണ്ടു നിൽക്കാൻ നമുക്ക്. എന്താ ക്ലാര, എന്തിനാ വിളിച്ച്? പെട്ടെന്ന് പറയൂ, എനിക്ക് വേറെ പണിയുണ്ട്. അത് പിന്നെ ഞാൻ പറയാം, നീ പോവല്ലേ? എന്താ, എന്തെങ്കിലും കംപ്ലൈന്റ് തരാനാണോ? ഓ, ഈ ചേട്ടൻ സ്കൂൾ ലീഡർ ആണല്ലേ? അത് കരുതി ഈ ഫോട്ടോ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അടുത്തേക്കൊന്നും വരത്തില്ല. അത് നീ പോവല്ലേ, ഞാൻ പറയാം. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറയൂ കുട്ടി. ഞങ്ങൾക്ക് സീനിയേഴ്സിന് ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങളെ പോലെ തേരപ്പാരം നടന്ന പോലെ. ബാത്റൂമിലൊന്നും പോയില്ലേ? ഇതിനാണോ നീ എന്നെ വിളിപ്പിച്ചേ? ഓ മൈ ഗോഡ്, എനിക്ക് ചിരിക്കുന്ന കാര്യമാണെന്ന് അറിയില്ല. എന്താ കുട്ടി, ഇത് തരാനാണ് എന്നെ വിളിച്ചത്? ഓ മൈ ഗോഡ്, വാട്ട് എ സ്മെൽ. ചക്കര വെച്ചത് കൊക്കിന് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു എനിക്ക് കൊണ്ടുവന്ന് നിലവിളിക്കില്ല. അടുത്ത പാട്ട് എടുത്ത് ബാത്റൂമിൽ പോയിക്കോ. ഇച്ചാൽ ഇവിടെ ഇല്ലാതെ നിങ്ങളൊക്കെ ഭാഗ്യം. പാവ അവിടെ ഇരുന്ന് പഠിക്ക. എന്തൊരു പിടലായിരുന്നത്. അവനെ വിളിച്ചത് ഞാനാടി നീ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. നിനക്ക് അവനോട് ചെറിയ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇവൾ എന്നോട് പോലും ഇത് പറഞ്ഞില്ല. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കളിയൊക്കെ ചിരിക്കും. നിങ്ങൾ ആരാങ്ങനെ ചിരിക്കാനായിട്ട്? അതിന് ചിരിക്കാൻ നിന്റെ അനുവാദം ആരും ചോദിച്ചില്ലല്ലോ. എനിക്ക് വയറുവേദന ആവുന്നു. പിന്നെ ഒന്നും കൂടെ പറയുന്നത്. നമുക്ക് ബാത്റൂമിന്റെ ഇവിടേക്ക് പോകാം.
പൊളിച്ച് നീ ഒരു സംഭവം അതിന്റെ അനു നമ്മളിൽ ഒരാളാ ഇപ്പൊ ഇതേപോലെ മണ്ടേണ്ടിരുന്നേ ഞാനപ്പോ അത് കണ്ടതുകൊണ്ട് നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടു സത്യം ഇതുപോലെയൊക്കെ നമ്മളിവിടെ ആയ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അവളറിയട്ടെ അവളല്ലേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കൂടാതെ ചെയ്ത് അല്ലാതെ നമ്മൾ അവൾക്ക് ഈ അവസ്ഥ ഉണ്ടാക്കാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ അമ്മ എന്താ വരാത്തെ ദേവു ആ എന്താ നിന്റെ കസിന ക്ലേര ഉണ്ടല്ലോ അവള് വളരെ ചീപ്പാണ് കേട്ടോ. നിനക്കെന്താ പങ്കെടു തോന്നൽ അത് അത് ഒന്ന് എന്താന്ന് വെച്ചാ അത് ഞാൻ പറയുന്നില്ല. എന്നാലും പറയടാ എന്താ അവിടെ കുഴപ്പം എന്താ നമുക്ക് കുഴപ്പം അതിപ്പോ ഞാൻ എങ്ങനെ നിന്നോട് പറയും? നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക്. എന്നാലും എന്നെ ഇവള് ഇങ്ങനെ മാറ്റിക്കാൻ ഞാൻ വിചാരിച്ചില്ല. എന്താണ് നിനക്കെന്താ അവളെ ഇഷ്ടാണോ? ആരിഷ്ടം? ഓ ക്ലാരെ മണ്ണൊന്ന് ചെവി കേൾക്കാതായോ? അവളെ എനിക്കൊന്നും ഇഷ്ടമല്ല. എന്താ അവളുടെ കോലം? എന്റെ ദൈവമേ തല പെരിക്കും. എന്തോ ഇവിടെ ഒരു തകരാറുണ്ട്. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുള്ള പോലെ അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടാവൂ? ആർക്കറിയാം? ചത്താലും എനിക്ക് ആ ക്ലാരെ വേണ്ട. എന്തോ പ്രശ്നമുണ്ട്.